തെറ്റായിട്ട് തൊടുന്നതും അയാളത് തൊട്ട് അയാളുടെ വിനോദം കണ്ടെത്തുന്നതും അല്ലാതെ നോർമലായിട്ടൊക്കെ നമ്മളെ രക്ഷിക്കാൻ നോക്കുന്നതും രണ്ടും തമ്മിൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റും. ഞാൻ അയാൾ പിടിക്കണ വേദന കാരണം കരഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇവർ വിചാരിക്കണം ഓക്കെ ആക്സിഡൻറ്റ് നടന്ന ആ വേദനയിൽ ഞാൻ കരയുമെന്നാണ്. ഓക്കെ ഞാൻ സ്റ്റേഷനിൽ വിളിച്ച് കേസിൻ്റെ അപ്ഡേറ്റ് ചോദിക്കുമ്പോഴത്തേക്ക് പറയുന്നത് കേസ് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്റ്റേറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുക, സെക്ഷൽ അബ്യൂസിങ് കേസാണ്, അയാൾക്കെതിരെ അറസ്റ്റ് ചെയ്യാവുന്ന വാറണ്ട് പോലും ഇല്ല, വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്യാവുന്ന ഒന്നും ഉണ്ടായിട്ടില്ല. അയാൾ ഞങ്ങൾ 3-ാം തീയതി ഒരു ട്രാവൽ പോയതാണ്, പള്ളിയിലേക്ക് പോയത്. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും അവളുടെ ഹസ്ബൻഡും കുട്ടികളുമായിരുന്നു. ഞങ്ങൾ പോയി തിരിച്ചു വരുന്ന വഴിയിൽ കായംകുളം എത്തിയപ്പോഴത്തേക്ക് ക്ഷീണം ഉണ്ടായിരുന്നു, ആളെ ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയി, ഡിവൈഡറിലിടിച്ചു, വണ്ടി ആക്സിഡൻ്റായി. എല്ലാവർക്കും അത്യാവശ്യം നല്ല പരിക്കുകളുണ്ടായി, ലൈക്ക് ചതവ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ. ഒട്ടിച്ച ആളുടെ തലയും പൊട്ടി. അപ്പോൾ ആ സമയത്ത് ആക്സിഡൻറ്റ് നടന്ന സമയത്ത് അതുവഴി ഒരു പെട്ടിയാട്ടം വന്നു. പെട്ടിയാട്ടയിൽ 2 ചേച്ചിമാരും ഒരു ചേട്ടനുമായിരുന്നുള്ളൂ. അപ്പം ഈ ചേട്ടനാണ് ആദ്യം എൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പം ഞാൻ പറയുന്നുണ്ട് കാലിലൊക്കാണ്, എഴുന്നേൽപ്പിക്കാനാണ് ആദ്യം പറയുന്നത്. അപ്പോൾ എനിക്ക് ഓൾറെഡി ആസ്മേഷമുണ്ട്, ശ്വാസം മുട്ടുണ്ട്, എനിക്ക് ബ്രീത്ത് ഔട്ട് ഉണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് പുള്ളിക്കാരൻ എന്നെ പുറത്തേക്ക് എടുത്ത്. അപ്പം അതേ ടൈമിൽ തന്നെ മറ്റൊരാൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ വന്ന് അപ്പം അടുത്ത ഈ പെട്ടിയാട്ടം കയറ്റിയിട്ട് വേണം ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ. അപ്പോൾ അവിടുന്ന് ഞങ്ങളുടെ വണ്ടി ഉണ്ടായ അടുത്തുനിന്ന് കുറച്ച് നടക്കാനുണ്ട്, കുറച്ച് സ്റ്റെപ്പ് വെക്കാനുണ്ട്. അപ്പം എന്നെ നടത്തുന്ന വഴിക്ക് 2 സ്റ്റെപ്പ് വെച്ചപ്പോഴത്തേക്ക് എനിക്ക് ബ്ലറാവാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു നടത്തരുത്, ഒന്ന് ഇരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഒറ്റയ്ക്ക് വന്ന് ആ പുള്ളി പറഞ്ഞു, അതായത് ഈ സീനിയർ സവാദ് എന്ന് പറയുന്നത് ആൾ പറഞ്ഞു നടക്കണ്ട, ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പുള്ളി എൻ്റെ നെഞ്ചുഭാഗത്തൂടെ കൈ കയറ്റിയിട്ട് എന്നെ എടുത്തു. മറ്റേ ചേട്ടൻ വന്നിട്ട് എൻ്റെ കാലിലും പിടിച്ചു. എനിക്ക് ആക്ച്വലി ശബ്ദമൊന്നും വരുന്നുണ്ടായിരുന്നില്ല, ബ്രീത്ത് ഔട്ടായിട്ട് എനിക്ക് ശബ്ദം വരുന്നില്ല, ഞാൻ ആകെ കരയുന്നു മാത്രമേ ഉള്ളൂ. പുള്ളി എന്നെ എടുത്ത് അടുത്ത വണ്ടിയിലേക്ക് കയറ്റുന്ന അത്രയും സമയവും എൻ്റെ നെഞ്ചുഭാഗത്ത് നല്ല രീതിയിൽ അയാൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ ഒരു 25 വയസ്സായ പെണ്ണ്. അപ്പം തെറ്റായിട്ട് തൊടുന്നതും അയാളത് തൊട്ട് അയാളുടെ വിനോദം കണ്ടെത്തുന്നതും അല്ലാതെ നോർമലായിട്ടൊക്കെ നമ്മളെ രക്ഷിക്കാൻ നോക്കുന്നതും രണ്ടും തമ്മിൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റും. ഞാൻ അയാൾ പിടിക്കണ വേദന കാരണം കരഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇവർ വിചാരിക്കണം ഓക്കെ ആക്സിഡൻറ്റ് നടന്ന ആ വേദനയിൽ ഞാൻ കരയുമെന്നാണ്. തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ. ഹോസ്പിറ്റലിലെത്തി എന്നെ അവിടെ കാഷ്വാലിറ്റി സ്ട്രെച്ചറിൽ കിടത്തിയിരിക്കുന്ന സമയത്ത് ആദ്യം നമ്മുടെ കൂടെ ഉണ്ടായ ചേട്ടൻ, വണ്ടി ഓട്ടിച്ച ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം. ഈ പുള്ളി ഇതേ പിടിച്ച പുള്ളി തന്നെ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഹോസ്പിറ്റലിൽ നിന്ന് പോകണം, നിങ്ങളുടെ എവിടെയാണെന്ന് വെച്ചാൽ പോയി ചികിത്സിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അത് അധികം കേട്ടില്ല, ശ്രദ്ധിച്ചില്ല. അപ്പോൾ നേരെ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ നോക്കിക്കൊണ്ടിരുന്ന ഡോക്ടർ എൻ്റെ അടുത്ത് നിന്ന് 2 സ്റ്റെപ്പ് മാറിയപ്പോഴത്തേക്ക് പുള്ളി ഒന്ന് മദ്യപിച്ചിട്ടുമുണ്ട് അതേ ദിവസം. പുള്ളി മദ്യപിച്ചിട്ടുണ്ട്. പുള്ളി അവിടെ കിടന്നൊരു വെപ്രാളം തന്നെ കാഷ്വാലിറ്റി കാണിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞിട്ട് പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിനക്ക് ഒരു പ്രശ്നമില്ല, നടന്ന ഒരു സംഭവത്തിൽ നിനക്ക് യാതൊരുവിധ പരാതികളും ഇല്ല, നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് റെഫറൻസ് മേടിച്ച് എവിടാന്ന് വെച്ചാൽ നീ കൊണ്ട് കാണിച്ചോണം, ഇവിടെ കിടക്കണ്ട എന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് പോയി. അപ്പം പുള്ളി ഞാൻ സംസാരിച്ച് തുടങ്ങിയിട്ടില്ല. ഞാനൊന്ന് കൂളാൻ കാമായിട്ടുണ്ടെങ്കിൽ നടന്ന സംഭവങ്ങൾ ഞാൻ അവിടെ പറയുമെന്ന് ആൾക്ക് പേടിച്ചിട്ടുണ്ടാവണം. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അടുത്ത് അത് പറയേണ്ട ആവശ്യമില്ല. ഹോസ്പിറ്റൽ അയാളുടെ അല്ല, നമ്മളെ അവിടെ കൊണ്ടുവന്ന് ചിലവ് അയാളല്ല നോക്കണം, ഒന്നും അയാളല്ല. ഓക്കെ, അയാളുടെ വണ്ടി നമ്മളുമായിട്ട് പ്രശ്നമില്ല, നമ്മൾ ഇടിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ അയാൾ പേടിച്ചു. ഞാൻ സംസാരിച്ച് തുടങ്ങിയ ഈ വിവരം പുറത്തു വരുമെന്ന് അയാൾക്ക് പേടി ഉള്ളിലുണ്ടായിട്ടുണ്ടാവുമല്ലോ തീർച്ചയായിട്ടും. അയാൾക്കറിയാം എനിക്കത് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടെന്നും ഞാനതിനെ എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നതെന്നും അയാൾ ചിന്തിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് എന്നെ എക്സ്റേ റൂമിൽ കൊണ്ടുപോയി. എക്സ്റേ റൂമിൽ ഒരു ലേഡി ഡോക്ടർ നിന്നേ. പുള്ളിക്കാരത്തി എൻ്റെ വസ്ത്രം മാറ്റുന്നതിനിടയിൽ ശരീരത്തിലുണ്ടായിരുന്ന പാടുകൾ കണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇതെന്താ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പൊട്ടിക്കരഞ്ഞ് ഇത് ആക്സിഡൻറ്റിൽ പറ്റിയതല്ല എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ കാര്യം വിവരിച്ച്, ചേച്ചി ഇങ്ങനെ ഒരു സംഭവം നടന്നു. എന്നിട്ട് ചേച്ചി പറഞ്ഞ കംപ്ലയിൻറ്റ്. അപ്പോൾ ഈ പുള്ളി എന്നെ കാഷ്വാലിറ്റി വെച്ച് ഭീഷണിപ്പെടുത്തുന്നതിനിടയിൽ ഇയാൾ പോയി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കുറച്ച് ചേട്ടന്മാരുണ്ടായി. അതിലൊരാളുടെ അടുത്ത് ഞാൻ ചോദിച്ചു, ഇത് ആരാന്ന് ചോദിച്ചു. അത് അവിടെ ഉള്ളവരാ, കാര്യം ഈ മറ്റേ സ്ട്രെച്ചറൊക്കെ കൊണ്ടുവന്ന ചേട്ടന്മാർ. അപ്പോഴിങ്ങനെ പേര് പറഞ്ഞു ഇയാളുടെ. കഴിഞ്ഞിട്ട് എക്സ്റേ റൂമിൽ ചേച്ചി ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ കാര്യം പറഞ്ഞ്. അപ്പോൾ ചേച്ചി പറഞ്ഞ് കംപ്ലയിൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പോലീസിനെ വിളിച്ച്. പോലീസുകാർ അവിടെ വന്ന് ഞാൻ ജസ്റ്റ് പറയണത് അവർ കേട്ടു. പോലീസുകാർ വന്നു, അപ്പം തന്നെ വന്നു, ഞാൻ പറയുന്നതൊക്കെ കേട്ടു. ആക്സിഡൻറ്റ് പറ്റി ഒന്നെങ്കിൽ അത്രയും പരിക്ക് പറ്റിയിരിക്കുന്ന ഞങ്ങളെ ആ ദിവസം ഹോസ്പിറ്റലിൽ ഒബ്സർവേഷന് വെച്ച് രാവിലെ FIR എടുക്കാൻ രാവിലെ പറ്റത്തുള്ളെങ്കിൽ രാവിലെ FIR എടുക്കാം. ഞങ്ങളെ അതേ ദിവസം അവരുടെ പരിചയത്തിലുള്ള ഓട്ടോ വിളിച്ച് ആ ഓട്ടോയിൽ കയറ്റി വിട്ട് അടുത്ത ദിവസം ഞാൻ കായംകുളത്ത് വരാൻ പറഞ്ഞു. അതായത് കൊല്ലത്ത് പോയി, കൊല്ലത്ത് നിന്ന് അടുത്ത ദിവസം FIR ഇടണമെങ്കിൽ ഞാൻ കായംകുളം വരണം. പിന്നെ ഞാൻ കായംകുളം വന്ന് പിറ്റേ ദിവസം ഞാൻ എത്തി. 4-ാം തീയതി ഞാൻ കായംകുളം സ്റ്റേഷനിൽ വന്ന് ഞാൻ FIR ഇട്ട് ആ ദിവസം ഇയാൾ ഒളിവില്ല. ഓക്കെ, പിന്നെ അവിടുന്ന് കുറച്ച് ആൾക്കാർ നമ്മോട് സംസാരിച്ച് നമ്മളങ്ങോട്ട് ഇയാളെക്കുറിച്ച് തിരക്കാൻ നോക്കി. അപ്പോൾ ഇയാൾ ഒളിവിലാണെന്ന് പറഞ്ഞ് ആ 2 ദിവസം ഇയാൾ ഒളിവിലാണ്. FIR ഇട്ട് ഞാൻ 4-ാം തീയതി FIR ഇട്ട് 5-ാം തീയതി ആയി, 6-ാം തീയതി അയാൾ ഒളിവിൽ. 6-ാം തീയതി വൈകിട്ടായപ്പോൾ അയാൾ പുറത്ത് വന്ന് അവിടെ ഇലക്ഷൻ്റെ കലാശക്കൊട്ടിലും ഇലക്ഷൻ്റെ പാർട്ടിയിലും ബാക്കി കാര്യങ്ങളെല്ലാം ഇയാൾ പങ്കെടുത്തിട്ടുണ്ട്.
ആ ദിവസം തൊട്ട് അയാൾക്ക് ധൈര്യം കിട്ടിയിട്ടല്ലേ. അയാൾക്കെതിരെ അറസ്റ്റ് ഉണ്ടായിട്ടില്ല. ഞാൻ സ്റ്റേഷനിൽ വിളിച്ച് കേസിൻ്റെ അപ്ഡേറ്റ് ചോദിക്കുമ്പോഴത്തേക്ക് പറയുന്നത് കേസ് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്റ്റേറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുക, സെക്ഷൽ അബ്യൂസിങ് കേസാണ്, അയാൾക്കെതിരെ അറസ്റ്റ് ചെയ്യാവുന്ന വാറണ്ട് പോലും ഇല്ല, വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്യാവുന്ന ഒന്നും ഉണ്ടായിട്ടില്ല. അയാൾ വീട്ടിൽ നിന്ന് അയാൾക്ക് നോട്ടീസ് അയച്ച് അയാളുടെ അനുമതിയും കിട്ടിയാലേ അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ സ്റ്റേഷനിൽ നിന്ന് എനിക്ക് ഒരു അപ്ഡേറ്റ് ഈ നിമിഷം വരെ എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പോൾ കുറച്ച് മുന്നേ ആയിട്ട് എന്നെ SP ഓഫീസിൽ SP വക എന്ത് സപ്പോർട്ട് വേണേലും ഉണ്ടാവും, SP കോൺടാക്ട് ചെയ്താൽ മതി എന്നും പറഞ്ഞിട്ട് SP എന്നെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിലെനിക്ക് സത്യം പറഞ്ഞാൽ വലിയ സന്തോഷമുണ്ട്. ഓക്കെ, ഇപ്പോഴെങ്കിലും അത് ഉണ്ടായല്ലോ എന്നോർത്ത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. SP വക അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കാം ഇനി എന്താവും എന്ന് അറിയത്തില്ല. പിന്നെ ഇപ്പം അയാളുടെ വക അലിഗേഷൻസ് ഉണ്ട്. എൻ്റെ ബന്ധുക്കൾ ആരോ വ്യാപാര വ്യവസായ സംഘത്തിൽ ജോലി ചെയ്യുന്നുണ്ട്, അതിനുണ്ട് ഞാൻ അയാളുടെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് ബന്ധുക്കളും ഇല്ല, ആരുമില്ല. ഞാൻ CWCയുടെ അണ്ടറിൽ നിന്ന് പഠിച്ചതാണ്. ഓക്കെ, സർക്കാരിൻ്റെ സഹായത്തോടെ പഠിച്ചതുമാണ്, ജോലി മേടിച്ചതും എല്ലാം അങ്ങനെ തന്നെ, അല്ലാതെ എനിക്ക് ബന്ധുക്കളൊന്നുമില്ല. പിന്നെ അയാൾക്ക് നല്ല പാർട്ടി സ്വാധീനമുണ്ട്. വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ പ്രസിഡൻ്റാണ് അയാൾ. സോ അയാൾക്ക് സ്വാധീനമുണ്ട്, അയാളുടെ പണമുണ്ട്. ഞാൻ കേസ് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ കേസിൻ്റെ മൊഴി കൊടുക്കുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ എൻ്റെ സുഹൃത്തിനോട് വന്ന് ഫണ്ട് ഓഫർ ചെയ്തു. അവൾ പറഞ്ഞു ഇല്ല, അവളാണ് കേസ് കൊടുത്തത്, അവൾക്കുണ്ടായ ദുരനുഭവമാണ്, അവൾക്കറിയാം എന്ത് വേണമെന്ന്. അതാണ് അവൾ കൊടുത്ത മറുപടി. പിന്നെയും ഫണ്ട് ഓഫർ ഉണ്ടായി. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരടുത്ത്, എൻ്റെ അടുത്ത് നേരിട്ടല്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരടുത്ത് തന്നെ ഫണ്ട് ഓഫർ ചെയ്തു. കേസ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, കോഷ് ചെയ്ത് കളയാൻ വേണ്ടി. ചെയ്തിട്ടില്ല, ഒന്നും ചെയ്യാൻ താല്പര്യവുമില്ല. അയാൾ നേരിട്ടാണോ ഫണ്ട് ഓഫർ ചെയ്തത്? അയാളല്ല, അയാളുടെ കൂടെയുള്ളവർ. അയാൾ നേരിട്ട് എന്നെ കോൺടാക്ട് ചെയ്യത്തില്ല. അയാളുടെ കൂടെ ഉള്ളവരാണ് ഈ ഫണ്ട് ഓഫർ ചെയ്തേക്കുന്നത്, അയാളുടെ സുഹൃത്തുക്കളും. എൻ്റെ കൂടെ ഉള്ളവരടുത്ത് എൻ്റെ നമ്പർ ചോദിച്ചു, എൻ്റെ കൂടെ ഉള്ളവർ കൊടുക്കാതിരുന്നതാണ്. എന്നെ കോൺടാക്ട് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ തരത്തില്ല എന്ന് തന്നെ പറഞ്ഞു. ഹോസ്പിറ്റലിൽ വെച്ച് 25 ലക്ഷം വരെ ഓഫർ ചെയ്ത്, 22-25 ലക്ഷം രൂപയൊക്കെ കിട്ടും, പേടിക്കണ്ട, കേസൊന്നും ഇല്ലാതാക്കി ഇതിനൊക്കെ എന്തിനാ ഈ കേസിന് വഴക്കിന് നിൽക്കുന്നത്, ഇതായിരുന്നു മറുപടി. പിന്നെ ഞാൻ FIR ഇട്ടതിൻ്റെ അന്നേ ദിവസം തന്നെ കൂടെ ഉണ്ടായിരുന്ന ആളുടെ അടുത്ത് ഫണ്ട് ഓഫർ ചെയ്ത്, അതൊരു സ്വർണ്ണ വ്യാപാരിയാണ്, ചോദിക്കുന്നത് എന്ത് വേണേലും തരാം, എത്ര വേണേലും തരാം, കേസൊക്കെ അങ്ങ് ക്യാൻസൽ ചെയ്ത ആളെ, എന്തിനാ വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. ഇതിപ്പോൾ അവർക്ക് പ്രശ്നങ്ങളായിരിക്കും. എനിക്ക് ഞങ്ങളുടെ മരണം മുന്നിൽ കണ്ടിട്ട് നിൽക്കുന്ന സമയമാണ്, വേദനയുടെ അങ്ങേയറ്റം എത്തി നിൽക്കുന്ന സമയം. ആ സമയത്ത് എനിക്ക് ആക്സിഡൻറ്റിനൊക്കെ വേദനിച്ചത് അയാളുടെ ഈ അനുഭവമാണ്. അയാളിൽ നിന്നുണ്ടായ ഈ അനുഭവം, ഞാൻ ഇത്രയും ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല. അതിനുശേഷം ഇത്രയും ദിവസം എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല നല്ല രീതിയിൽ. പേടിയാണ്, വേദനയുണ്ട്. എന്നിട്ട് അയാൾ അവിടെ സന്തോഷമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ എനിക്കതിൻ്റെ നിയമമായിട്ട് നോക്കട്ടെ, നിയമപരമായിട്ട് എന്തെങ്കിലും നീതി കിട്ടുമോ നോക്കാം. ഇനി കോടതി വഴി പോകാമെന്നാണ് തീരുമാനിച്ചേക്കുന്നത്. നോക്കാം. ഇപ്പം DGP ആയിട്ട് സംസാരിച്ച അദ്ദേഹം പറഞ്ഞത് SP ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. സർക്കാർ ഇത് എന്തുവാക്കുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് നീതി കിട്ടുമോയെന്ന് ചോദിച്ചാൽ അതും എനിക്ക് ഉറപ്പൊന്നുമില്ല. പിന്നെ SP ഓഫീസിൽ നിന്ന് കിട്ടിയ മെസ്സേജ് വെച്ചിട്ടാണെങ്കിൽ ഓക്കെ, അവരുടെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് ഉണ്ടാകും. പിന്നെ ഒരു ഉള്ള വിഷമമെന്ന് പറഞ്ഞാൽ സ്റ്റേഷനിൽ നിന്ന് ഒരു വർത്തമാനം ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ഒരു കേസ് കൊടുക്കാൻ വരുമ്പം കുടുംബക്കാരെങ്കിലുമൊക്കെ വരണ്ടേ, കൂടെ മുതിർന്നവർ വരണ്ടേ. എനിക്ക് 26 വയസ്സായി. 26 വയസ്സായപ്പം എൻ്റെ അറിവ് വെച്ചിട്ടാണെങ്കിൽ എനിക്ക് അത്യാവശ്യം പക്വതയായിട്ടുണ്ട്. എൻ്റെ ദേഹത്ത് തെറ്റായിട്ട് ഒരാൾ തൊട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റും. അതിന് പരാതി കൊടുത്താൽ പരാതി സ്വീകരിക്കേണ്ടതുമാണ്. പിന്നെ ബന്ധുക്കളും പിന്നെ ഉന്നത തലത്തിരിക്കുന്ന ആൾക്കാരും കയ്യിൽ പണം ഉണ്ടെങ്കിലേ കേസിന് നീതി കിട്ടത്തുള്ളൂ എന്നുണ്ടെങ്കിൽ അറിയത്തില്ല. ഇതിനൊക്കെയുള്ള വിഷമവും മെൻ്റലി ട്രോമ ആയിട്ടുണ്ട്. ശാരീരികമായിട്ട് ആക്സിഡൻറ്റിൻ്റെ ഇതിലുള്ള വേദനയുണ്ട്, മെൻ്റലി ട്രോമ ആയിട്ടുണ്ട്. ചിലപ്പോൾ നീതി കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ വിഷമത്തിൽ പോയി വല്ല ആത്മഹത്യയും ചെയ്യേണ്ടി വരും. അതായിരിക്കും അവസാനം, അറിയത്തില്ല.